ഹലോ സ്റ്റുഡൻസ്, ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ആണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം എന്താണ്? പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെൻ്റൽ മാത്ത് ആൻഡ് ഓൾജിബ്ര. ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രോബ്ലം വെച്ചിട്ടാണ്. നമുക്കത് നോക്കാം. There are 100 beads, black and white, in a box. 10 more black than white. How many black and how many white? അതായത് ഒരു ബോക്സിൽ 100 ബീഡ്സ് ഉണ്ട്. അതിൽ വൈറ്റ് ബീഡ്സും ഉണ്ട്, ബ്ലാക്ക് ബീഡ്സും ഉണ്ട്. ബ്ലാക്ക് എന്ന് പറയുന്നത് വൈറ്റിനേക്കാളും 10 എണ്ണം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോക്സിൽ എത്ര ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, എത്ര വൈറ്റ് ബീഡ്സ് ഉണ്ട്? ഇത് മെൻ്റൽ മാത്ത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, ഓൾജിബ്ര വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. മെൻ്റൽ മാത്ത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. നമ്മളോട് പറഞ്ഞു ഈ ഒരു ബോക്സിൽ 100 ബീഡ്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ ബ്ലാക്ക് വൈറ്റിനേക്കാളും 10 എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂടിയ 10 നമ്മൾ എന്ത് ചെയ്യുന്നു? 100ൽ നിന്നും കുറക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. ആ 90 നമ്മൾ ഈക്വലാക്കി വൈറ്റിനും ബ്ലാക്കിനും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഓരോന്നിനും 45 ബീഡ്സ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു 10 ഉണ്ടല്ലോ, അത് നമ്മൾ ഏതിനാണോ കൂടുതലായിട്ടുള്ളത് അതിനേക്ക് കൊടുക്കുന്നു. അതായത് 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. അപ്പോൾ ആ ഒരു കൂടിയ 10 നമ്മൾ ബ്ലാക്കിന് കൊടുക്കുന്നു. അപ്പോൾ 45 + 10 55 ബ്ലാക്കും നേരത്തെ 45 വൈറ്റും. ഇങ്ങനെയാണ് മെൻ്റൽ മാത്ത് വെച്ചിട്ട് ഇത് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിത് ഓൾജിബ്ര വെച്ചിട്ടും ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്, ഞാനതിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം, വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ബീഡ്സ് ഈക്വൽ ടു 100, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് വൈറ്റ് ബീഡ്സിനേക്കാളും 10 എണ്ണം കൂടുതലാണ്. നമുക്കിത് ചെയ്ത് നോക്കാം. ആദ്യം നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സിനെ ഞാൻ എക്സ് ആക്കിയിട്ട് എടുക്കും. കാരണം നമ്മളിത് ഓൾജിബ്ര വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു വേരിയബിൾ നെയിം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ബീഡ്സിന് എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ പ്രകാരം നമുക്കപ്പോൾ വേറൊരു വേരിയബിൾ ആയിട്ട് ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ബ്ലാക്ക് ബീഡ്സ് ആണ്. അപ്പോൾ ബ്ലാക്ക് ബീഡ്സിന് വേറൊരു വേരിയബിൾ കൊടുക്കണം. പക്ഷെ നമുക്കിവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്ത്? വൈറ്റിനേക്കാളും 10 എണ്ണം കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് എക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലാക്ക് ബീഡ്സ് എന്തായിരിക്കും? എക്സ് + 10. അങ്ങനെയാണ് ബ്ലാക്ക് ബീഡ്സ് ഉണ്ടാവുക. ഇനി നമ്മളോട് പറഞ്ഞു ടോട്ടലാണ്, അതായത് അതിലുള്ള ടോട്ടൽ ബീഡ്സ് എന്താണ്? ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും അടങ്ങിയതാണ് ടോട്ടൽ ബീഡ്സ്. അപ്പോൾ ടോട്ടൽ ബീഡ്സ് ഈക്വൽ ടു വൈറ്റ് ബീഡ്സ് + ബ്ലാക്ക് ബീഡ്സ് നമുക്ക് എഴുതാം. ഇനി എന്താ പറയുന്നത്? അതെ, ടോട്ടൽ ബീഡ്സ് എത്രയാണ് നമുക്കറിയാം? 100 ആണെന്ന് അറിയാം. അപ്പോൾ 100 ഈക്വൽ ടു വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എന്താ? എക്സ് + ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എന്താ ഇവിടെ? എക്സ് + 10. അതും കൊടുക്കുന്നു. അപ്പോൾ 100 ഈക്വൽ ടു എക്സ് + 10 നമുക്ക് എഴുതാം. ഇനി നമുക്കിത് എന്തായിട്ട് മാറ്റി എഴുതാം? 100 ഈക്വൽ ടു എക്സ് + എക്സ് എന്തായിട്ട് മാറും? 2x ആയിട്ട് മാറും. എക്സും എക്സും കൂട്ടിക്കഴിഞ്ഞാൽ 2x + 10. ഇനി എന്ത് ചെയ്യാം? ഈ നമ്മൾ അപ്പുറമുള്ള 10നെ 100ൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താവും? +10 -10 ആയിട്ട് മാറും. അപ്പോൾ 100 - 10 ഈക്വൽ ടു 2x. പിന്നെ എന്താ? 90 ഈക്വൽ ടു 2x. ഇനി ആ 2xൻ്റെ അടുത്തുള്ള 2 9ൻ്റെ അടുത്തേക്ക് വരുമ്പം ഡിവൈഡഡ് ആയിട്ട് മാറും. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു x എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ് 90 ഡിവൈഡഡ് ബൈ 2? 45. അപ്പോൾ x ഈക്വൽ ടു 45 എന്ന് നമുക്ക് കിട്ടി. നമ്മുടെ x എന്തായിരുന്നു? വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണാണ് x എന്ന് പറയുന്നത്, അല്ലേ? ഇനി അങ്ങനെ നമുക്ക് x കിട്ടിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ബീഡ്സ് കാണേണ്ടത് എന്താ? x + 10 ആണ്. അപ്പോൾ 45 + 10 55 ആയിരിക്കും ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം. 45 + 10 ഈക്വൽ ടു 55. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും കാണാനായിരുന്നു. അത് രണ്ടും നമ്മൾ കണ്ടു. അപ്പോൾ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ഈക്വൽ ടു, ആദ്യം വൈറ്റ് ബീഡ്സ് അല്ലേ, നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ഈക്വൽ ടു 45 ആൻഡ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ഈക്വൽ ടു 55.
ഓക്കെ, ഇനി അടുത്ത അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. The price of a table and a chair is 11,000 rupees. The price of the table and 4 chair is 14,000 rupees. What is the price of each? ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പ്രൈസ് 11,000 ആണ്. ഒരു ടേബിളിൻ്റെയും 4 ചെയേഴ്സിൻ്റെയും പ്രൈസ് 14,000 ആണ്. ഓരോന്നിൻ്റെയും പ്രൈസ് എത്ര? അതായത് ഒരു ടേബിളിൻ്റെയും ഓരോ ചെയറിൻ്റെയും പ്രൈസ് എത്രയായിരിക്കും? അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ മെൻ്റൽ മാത്ത് വെച്ചിട്ടും ഓൾജിബ്ര വെച്ചിട്ടും ചെയ്ത് കാണിക്കാം. ആദ്യം മെൻ്റൽ മാത്ത് വെച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യുക? നമ്മളോട് പറഞ്ഞു ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പ്രൈസ് 11,000 ആണ്. ഒരു ടേബിളിൻ്റെയും 4 ചെയേഴ്സിൻ്റെയും പ്രൈസ് 14,000 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ആദ്യം ഒരു ടേബിളും ഒരു ചെയറും പറഞ്ഞതിനേക്കാളും എത്ര പ്രൈസ് കൂടി? ഒരു ടേബിളും 4 ചെയേഴ്സും ആകുമ്പോൾ 3,000 rupees കൂടി, അതായത് 14,000 ആയിട്ട് മാറി. ഇനി നമ്മൾ നോക്കേണ്ടത് 3,000 rupees കൂടി, അപ്പോൾ എന്ത് പ്രൈസ് 3,000 കൂടി. അതുപോലെ സാധനം നോക്കുകയാണെങ്കിൽ നേരത്തെ ഒരു ടേബിളും ഒരു ചെയറുമായിരുന്നു, ഇപ്പോൾ ഒരു ടേബിളും 3 ചെയറുമാണ്. അപ്പോൾ അല്ല, ഒരു ടേബിളും 4 ചെയറുമാണ്. അപ്പോൾ കൂടിയ ചെയർ എത്രയാ? 3. അപ്പോൾ 3 ചെയേഴ്സ് കൂടിയപ്പോൾ 3,000 rupees കൂടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെ ആവുമ്പോൾ ഒരു 3 ചെയേഴ്സിൻ്റെ പ്രൈസ് ആണ് 3,000 എങ്കിൽ അതിൽ ഒരു ചെയർ കാണാനുള്ള ഇതെന്താണ്? 3,000 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് ഓരോ ചെയറിൻ്റെയും പ്രൈസ് കിട്ടും. അപ്പോൾ 3,000 ഡിവൈഡഡ് ബൈ 3,000 ആണ് ഒരു ചെയറിൻ്റെ പ്രൈസ്. ഒരു ടേബിളിൻ്റെ പ്രൈസ് 10,000. ഇനി നമുക്കിത് ഓൾജിബ്ര വെച്ചിട്ട് ചെയ്യുന്ന നോക്കാം. ഞാനിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ഈക്വൽ ടു 11,000. Price of a table and 4 chair is equal to 14,000. What is the price of each? ഓരോന്നിൻ്റെയും പ്രൈസ് എത്ര? ആദ്യം വേരിയബിൾ നെയിം നമുക്ക് വേരിയബിൾ കൊടുക്കണം അല്ലേ? ഓരോ സാധനത്തിനും വേരിയബിൾ. ഞാനിവിടെ ടേബിളിന് എക്സ് കൊടുത്തു, ചെയറിന് വേറൊരു വേരിയബിൾ നമുക്കിവിടെ കൊടുക്കാം. കാരണം നേരത്തെ പോലെ ഒരു കണ്ടീഷൻസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ടേബിളിന് എക്സ് കൊടുത്തു, ചെയറിന് വൈ കൊടുത്തു. പിന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പ്രൈസ് 11,000. അപ്പോൾ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ എക്സ്, ഒരു ചെയർ എന്ന് പറയുമ്പോൾ വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഒരു ടേബിളും 4 ചെയേഴ്സിൻ്റെയും പ്രൈസ് 14,000. അപ്പോൾ ഒരു ടേബിൾ എക്സ് അല്ല, അതിന് മുന്നേ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 11,000 മൈനസ് വൈ എന്ന് നമുക്ക് എഴുതാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കുക. ഒരു ടേബിളും 4 ചെയേഴ്സും. അപ്പോൾ ഒരു ടേബിൾ എക്സ്, 4 ചെയേഴ്സ് പറയുമ്പോൾ 4 ഇൻറ്റു ചെയേഴ്സ് ആണ്. 4 ഇൻറ്റു ചെയർ എന്താ ഇവിടെ? വൈ. അപ്പോൾ എക്സ് പ്ലസ് 4y ഈക്വൽ ടു 14,000. ഇനി നമ്മൾ നേരത്തെ കൊടുത്ത എക്സ് ഈക്വൽ ടു 11,000 മൈനസ് വൈ ഉണ്ടല്ലോ, അത് ഇപ്പം നമ്മൾ എഴുതിയ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താണ്? എക്സ് പ്ലസ് 4y ഈക്വൽ ടു 14,000ൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഈക്വൽ ടു 11,000 മൈനസ് വൈ എന്ന് കൊടുക്കുന്നു. അപ്പോൾ 11,000 മൈനസ് വൈ പ്ലസ് 4y ഈക്വൽ ടു 14,000. നമ്മൾ നെഗറ്റീവ് ആഡ് ചെയ്യാനൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 11,000 മൈനസ് വൈ പ്ലസ് 4y, അതെന്താണ്? -1 + 4 എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ -1 + 4 എന്താണ്? 0, 1, 2, 3 ആണ്. അപ്പോൾ -y + 4y എന്തായിരിക്കും? 3y ആയിരിക്കും. എന്ത് 3y? +3y ആയിരിക്കും. അപ്പോൾ -y + 4yൻ്റെ സ്ഥാനത്ത് നമുക്ക് +3y എന്ന് എഴുതാം. അപ്പോൾ 11,000 + 3y ഈക്വൽ ടു 14,000. ഇനി എന്ത് എഴുതാം? 3y. ഈ 11,000 അപ്പുറത്തേക്ക് പോകുന്നു. അപ്പോൾ 3y ഈക്വൽ ടു 14,000 മൈനസ് 11,000. ഓക്കെ, ഈക്വൽ ടു 3,000. 3y ഈക്വൽ ടു 3,000 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 3,000 ഡിവൈഡഡ് ബൈ 3. 3,000 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 1,000. അപ്പോൾ y ഈക്വൽ ടു 1,000 എന്നും കിട്ടി. ഇനി നമുക്ക് എക്സ് കാണണം. എക്സ് എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എക്സ് അറിയില്ല. അപ്പം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് 1,000 കൊടുക്കുക, ഈക്വൽ ടു 11,000 എന്ന് എഴുതുന്നു. അപ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു
11,000 ഈ +1000 അപ്പുറത്തേക്ക് പോകുമ്പോൾ -1000 ആവും. അപ്പൊ x ഈക്വൽ ടു 11,000 മൈനസ് 1000 ഈക്വൽ ടു 10,000 ഈക്വൽ ടു 10,000. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി, വൈന്റെ വാല്യൂ കിട്ടി. എക്സ് എന്താണ്? ടാബിൾ ആണ്. വൈ എന്താണ്? ചെയർ ആണ്. അപ്പൊ ടാബിളിന്റെ നമുക്ക് വേണം എന്ത് എഴുതാം? പ്രൈസ് ഓഫ് എ ടാബിൾ എന്ന് എഴുതാം. ടാബിൾ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു, ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടിരിക്കേണ്ടത് ഓരോന്നിൻ്റെയും പ്രൈസ് ആണ്. അപ്പൊ ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണ്? പ്രൈസ് ഓഫ് എ ടാബിൾ ഈക്വൽ ടു 1000. എക്സ് ആണ് 1000. അടുത്തത് പ്രൈസ് ഓഫ് എ ചെയർ, പ്രൈസ് ഓഫ് എ ചെയർ ഈക്വൽ ടു 1000. ക്ലിയർ ആണല്ലോ? അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക് യു.